സുധാകരൻ ഇടഞ്ഞാൽ പേരാവൂരും ഇരിക്കൂറുമടക്കം കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും കോൺഗ്രസിന്. ഏത് രീതിയിലാണ് ഇപ്പോൾ സുധാകരൻ അനുകൂലികൾ ഈ വിഷയത്തെയെല്ലാം നോക്കിക്കാണുന്നത്? അവിടെ പ്രതികരണം. ഇതില്ല, സുധാകരൻ എത്തിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ സുധാകരന് സീറ്റ് കിട്ടില്ലെന്നൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ കണ്ണൂർ നഗരത്തിലും ഒപ്പം തന്നെ പേരാവൂരിലും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ പേരാവൂരിൽ സണ്ണി ജോസഫ് മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിൽ, അദ്ദേഹത്തിന്റെ തട്ടകമായ മണ്ഡലത്തിൽ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ തന്നെയാണ് വന്നു കഴിഞ്ഞതിൽ പ്രധാനമായും പറയുന്നത് നട്ടുനനച്ച് വളർത്തിയവനെ ഇല്ലായ്മ ചെയ്താൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള വാചകത്തിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ. നന്ദിയില്ലെങ്കിലും നന്ദികേട് ആവരുതു എന്ന് ക്യാപ്ഷനോട് കൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡ് പേരാവൂരിലെ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത്. പേരാവൂരിൽ 4ാം തവണ അംഗത്തിനിറങ്ങാൻ പോകുന്ന സണ്ണി ജോസഫിന് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് അവിടുത്തെ കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചില പ്രചരണങ്ങൾ നടക്കുന്നത്. ചില ബൂത്ത് പ്രസിഡന്റുമാർ ചില ഓഡിയോ സന്ദേശമൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. കെ സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ചില വാട്സപ്പ് ഓഡിയോ സന്ദേശവും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. കൂടാതെ തന്നെ ഈ തളിപ്പറമ്പിലും പയ്യന്നൂർ മണ്ഡലത്തിലും സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനെയും പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെയും പിന്തുണയ്ക്കാനാണ് UDFന്റെ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെയും കടുത്ത പ്രതിഷേധം തന്നെയാണ് ആ ജില്ലയിൽ ഉയർന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും അടികൊള്ളാനും തല്ലുകൊള്ളാനും പോസ്റ്റർ ഒട്ടിക്കാനും തങ്ങൾ അണികൾ വേണം, പക്ഷേ തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളവരാണ് ഈ മത്സരിക്കുന്നത് തുടങ്ങിയ വിമർശനങ്ങളാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത്. അങ്ങനെ കടുത്ത പ്രതിസന്ധി തന്നെയാണ് കണ്ണൂരിൽ കോൺഗ്രസും നേരിടുന്നത്. എന്തായാലും കണ്ണൂരിൽ തളിപ്പറമ്പ്, പയ്യന്നൂർ, കല്യാശ്ശേരി, മട്ടന്നൂർ 4 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടുള്ള സീറ്റ് പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. കണ്ണൂരും എന്താകും, ആരാകും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ളതിന്റെ ഒരു സസ്പെൻസും നിലവിൽ തുടരുകയാണ്. സുധാകരന്റെ നിലപാട് എന്താണ്, തീരുമാനം എന്താണെന്ന് നാളെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.